God bless you, Mane. Dr. Sajo, God bless you. Thank too. you so much. ഹിന്ദിയിലെ തെറ്റൊക്കെ God bless you, ക്ഷമിക്കണം. Mon. മോനെ ദൈവം അനുഗ്രഹിക്കട്ടെ. കർത്താവിന്റെ നാമം വാഴ്ത്തപ്പെടട്ടെ. എങ്കിലും ഭൂതങ്ങൾ നിങ്ങൾക്ക് കീഴടങ്ങുന്നതിനല്ല, നിങ്ങളുടെ പേർ സ്വർഗത്തിൽ എഴുതിയിരിക്കുന്നതിൽ തന്നെ സന്തോഷിപ്പീൻ എന്നാണ് നമ്മുടെ കർത്താവ് ലൂക്കോസ് 10-ാം അധ്യായത്തിന്റെ 20-ാമത്തെ വാക്യത്തിൽ പറഞ്ഞിരിക്കുന്നത്. ഏറ്റവും വലിയ സന്തോഷം നിത്യശിക്ഷാവിധിയിൽ നിന്നുള്ള ഒഴിവാണ്. അതാണ് രക്ഷ. സ്തോത്രം. വളരെ ചെറുപ്രായത്തിൽ വെച്ച് തന്നെ കർത്താവായ യേശുവിനെ രക്ഷിതാവായിട്ടും കർത്താവായിട്ടും സ്വീകരിപ്പാൻ കഴിയുക അത് വളരെ ഭാഗ്യമാണ്. സ്തോത്രം. Especially children, let me tell you, you have the great privilege that in very childhood itself you could know the Lord. Including myself, I did not have that particular privilege. Including many of our parents and elderly people, they did not have that chance. And therefore, we have been engaged in many sorts of sinful activities. But still God saved us. But you, children, you have the golden opportunity even from your childhood to keep yourself undefiled. Keep yourself holy and acceptable before God. Never lose this chance. സ്തോത്രം. നമ്മുടെയൊക്കെ കുഞ്ഞുങ്ങൾക്ക് ദൈവം കൊടുത്ത വലിയൊരു ഭാഗ്യമാണ് അവര് പാപത്തിലേക്ക് പോയി നാശത്തിൽ പതിക്കാതെ തന്നെ ബാല്യം മുതലേ അവരെ ദൈവത്തിന് വിശുദ്ധരായിട്ട് സൂക്ഷിക്കുവാനുള്ള ഒരു അവസരം. സ്തോത്രം. അതൊരിക്കലും നമ്മുടെ കുഞ്ഞുങ്ങൾ നഷ്ടപ്പെടുത്താതിരിക്കട്ടെ. അതിനുവേണ്ടി നമ്മൾ പ്രാർത്ഥിക്കണം. നമ്മുടെ കുഞ്ഞുങ്ങൾ യോഹന്നാൻ അപ്പോസ്തലൻ പറയുന്നത് പോലെ സത്യത്തിൽ നടക്കുന്നു എന്നറിയുന്നതിനേക്കാൾ വേറെ എന്താ സന്തോഷം? ആ പ്രത്യേക അനുഭവം പ്രിയ പൈതലിന് കർത്താവ് നൽകിയത് കൊണ്ട് സ്തോത്രം. അതിൽ നിലനിൽക്കുവാൻ കർത്താവ് ധാരാളമായിട്ട് പിന്നെയും സഹായിക്കട്ടെ. നമ്മുടെ കുഞ്ഞുങ്ങളെല്ലാവരും സ്തോത്രം കർത്താവിനെ അറിയുവാൻ നമ്മൾ മാതാപിതാക്കളെക്കാൾ അധികം ആത്മീയത്തിൽ ശക്തരായിട്ട് അവർ നിൽക്കുക ദൈവം ഇടവരുത്തുമാറാകട്ടെ. നമുക്കൊക്കെയുള്ള വീക്ക്നെസ്സസും നമ്മുടെ കുഞ്ഞുങ്ങളിൽ ഇല്ലാതിരിക്കട്ടെ. സ്തോത്രം. അങ്ങനെയുള്ള ആത്മീയ അനുഭവത്തിലൂടെ മുൻപോട്ട് പോകേണ്ടതിന് ദൈവം അധികം പൈതലിനെ സഹായിക്കട്ടെ. മനോഹരമായിരുന്നു ഗാനവും. നമുക്കറിയാം, എൻ്റെ യേശു എനിക്ക് നല്ലവൻ. സ്തോത്രം. ഹിന്ദിയിൽ പാടിയതിൽ പ്രശ്നമൊന്നും ഇല്ലായിരുന്നു, ട്രാൻസ്ലേഷനിൽ അല്പം കുഴപ്പങ്ങളൊക്കെ ഉണ്ട് എന്നേ ഉള്ളൂ. അത് ഒരു നല്ല ഹിന്ദി ട്രാൻസ്ലേഷൻ അല്ല എന്ന് മാത്രമേ ഉള്ളൂ. ഒരു മലയാളം ട്രാൻസ്ലേഷൻ ആയിട്ട് അതിനെ നമുക്ക് കണക്കാക്കാവുന്നുള്ളൂ. ഞാൻ കഴിഞ്ഞ ദിവസം ആരോടോ പറഞ്ഞു, ഒറ്റപ്പാട്ട് തന്നെ ഹിന്ദിയിലേക്ക്, മലയാളത്തിലെ ഒറ്റപ്പാട്ട് തന്നെ ഹിന്ദിയിലേക്ക് പല രീതികളിൽ പലരും ട്രാൻസ്ലേറ്റ് ചെയ്തിട്ടുണ്ട്. ചില ട്രാൻസ്ലേഷൻസ് വളരെ നല്ലതാണ്, ചിലത് അത്ര പോരാ. പിന്നെ അങ്ങ് പെറുക്കി ചില വാക്കുകളൊക്കെ വെച്ചിരിക്കുന്നു എന്നേ ഉള്ളൂ. അങ്ങനെയുള്ള ട്രാൻസ്ലേഷന്റെ ഇഷ്യൂസ് ചില ഹിന്ദി പാട്ടുകളിലുണ്ട്. അതില് നമ്മള് നല്ല ട്രാൻസ്ലേഷൻസ് വേറെ അവൈലബിൾ ഉണ്ട്. അതാണെങ്കിൽ കുറെ കൂടെ
നന്നായിരിക്കുമെന്ന് മാത്രമേ ഉള്ളൂ, അല്ലാതെ പ്രശ്നമൊന്നുമില്ലായിരുന്നു. എന്നാൽ നമുക്ക് മലയാളികളായതുകൊണ്ട് പാട്ടിന്റെ അർത്ഥം മനസ്സിലാക്കാൻ വേറെ പ്രയാസമൊന്നും ഇല്ലായിരുന്നു. സ്റ്റിൽ ഇറ്റ് വാസ് ഗുഡ്. ഹിന്ദി പ്രൊനൗൺസിയേഷന്റെ ചില വാക്കുകളിലൊക്കെ ഉണ്ടാവും, തീർച്ചയായിട്ടും നമ്മൾ മലയാളികളാണല്ലോ, പ്രത്യേകിച്ച് ഹിന്ദി പ്രദേശങ്ങളിൽ താമസിക്കുകയും കൂടെ ചെയ്യാത്തവര് പാടുമ്പോൾ ആ നിലയിൽ വളരെ നന്നായിരുന്നു. അപ്രീഷിയേറ്റീവ്. ദൈവം അനുഗ്രഹിക്കട്ടെ. സ്തോത്രം. ഞാനും മിക്കപ്പോഴും ആ പാട്ടിനെ കുറിച്ച് ഓർക്കാറുണ്ട്. ഞങ്ങൾ വീട്ടിൽ പറയാറുണ്ട്, എൻ്റെ അമ്മച്ചിയുടെ ഫേവറേറ്റ് പാട്ടായിരുന്നു. ആ പാട്ട് പാടുമ്പോഴൊക്കെ ഞങ്ങൾ പറയും അമ്മച്ചിയുടെ പാട്ടാണ്. എനിക്ക് ഓർമ്മ വെച്ച കാലം മുതൽ ഞാൻ കേൾക്കുന്ന പാട്ടാണ് എൻ്റെ യേശു എനിക്ക് നല്ലവൻ. സ്തോത്രം. വളരെ അർത്ഥവത്തായ പാട്ട്. കാൽവറി മലമേൽ, കാൽവറി കുരിശിൽ നമുക്ക് വേണ്ടി മരിച്ചവൻ, രക്തം ചീന്തി നമ്മെ വീണ്ടെടുത്തവൻ. സ്തോത്രം. ഇനിയും എത്രയും താമസം വിന, സ്തോത്രം, രാജാവായി വാഴുവാൻ വരുന്ന നമ്മുടെ കർത്താവ്. അതുവരെയുള്ള നമ്മുടെ മരുഭൂയാത്രയിൽ പകൽ മേഘസ്തംഭത്തിലും രാത്രി അഗ്നിസ്തംഭത്തിലുമായി നമ്മെ നടത്തുവാൻ മതിയായവൻ. ആ കർത്താവിന്റെ കരങ്ങളിൽ പിന്നെയും നമ്മുടെ ജീവിതത്തെ നമുക്ക് ഏൽപ്പിക്കാം. ദൈവം അനുഗ്രഹിക്കട്ടെ. ഡോക്ടർ സാജുവിനെ, വിശേഷിച്ച് പ്രിയ മോൻ ഷെയ്നെ. സ്തോത്രം. ഒരിക്കൽ കൂടെ എല്ലാവർക്കും വന്ദനങ്ങളും കർത്താവിന്റെ വലിയ നാമത്തിന് സ്തോത്രവും ചെയ്തുകൊണ്ട് തിരുസന്നിധിയിലേക്ക് തിരുവചന പഠനത്തിനായി നമുക്ക് അടുത്തു വരാം. പ്രൈസ് ഗോഡ്. താങ്കിങ് the Lord for dear child Shane. God gave him the opportunity to receive Jesus Christ as his personal savior. Moreover, the Lord, always, as I stress, please stress that particular usage. It's very easy to receive Jesus as the Lord. I mean, Jesus as our savior, but not that easy to receive Jesus as our Lord. That means to yield ourselves for the Lordship of Jesus. യേശുക്രിസ്തുവിന്റെ കർത്തൃത്വത്തിന് പൂർണ്ണമായി വിധേയപ്പെട്ടിരിപ്പാൻ ദൈവം നമ്മെ ഒരുക്കട്ടെ എന്ന് പറഞ്ഞ് ആ ഭാഗം വിടുകയാണ്. തിരുവെഴുത്തുകൾ നമ്മൾ ചിന്തിച്ചു വരുന്ന മത്തായി 6-ാം അധ്യായം 5 മുതൽ 8 വരെയുള്ള വാക്യങ്ങൾ. അവിടെ നിന്ന് പ്രാർത്ഥനയെപ്പറ്റി നമ്മൾ ഒന്ന് നോക്കുകയായിരുന്നു. പ്രാർത്ഥനയിലെ പ്രധാനപ്പെട്ട കമ്പോണൻസ്, പ്രാർത്ഥനയിലെ ഘടകങ്ങൾ നാം പ്രത്യേകിച്ച് നോക്കി. സ്തോത്രം. പ്രാർത്ഥനയിൽ അതിപ്രധാനമായ ഘടകമാണ് കമ്മ്യൂണിയൻ, കൂട്ടായ്മ. 2, പ്രൈസസ് ഓർ അഡോറേഷൻ, ദൈവത്തെ സ്തുതിക്കുക. 3, താങ്ക്സ് ഗിവിംഗ്, കർത്താവിന് സ്തോത്രം ചെയ്യുക. 4, കൺഫെഷൻ, നമ്മുടെ പാപങ്ങൾ ഏറ്റുപറഞ്ഞ് മാപ്പപേക്ഷിക്കുക, ശുദ്ധീകരണം പ്രാപിക്കുക, ദൈവത്തോട് നിരപ്പ് പ്രാപിക്കുക. 5-ാമത്തെ കാര്യമാണ് നമ്മൾ ചിന്തിച്ചു കൊണ്ടിരുന്നത്. സ്തോത്രം. നമുക്ക് പെറ്റീഷൻ, ദൈവത്തോട് അഭയയാചന കഴിക്കണം. അതും വിഷയം തീർന്നില്ലെങ്കിലും നമ്മൾ അങ്ങ് നിർത്തി. 6-ാമത്തെ കാര്യത്തിലേക്ക് നമ്മൾ ഇന്നലെ ഒടുവിലായിട്ടെത്തി. ഇന്റർസെഷൻ, മധ്യസ്ഥത, ഇടിവിൽ നിന്ന് പ്രാർത്ഥിക്കുക. സ്തോത്രം. പ്രാർത്ഥനയിലെ ഒരു പ്രധാനപ്പെട്ട ഘടകമാണ് ഇന്റർസെസറി പ്രേയർ, ഇടിവിൽ നിന്നുകൊണ്ടുള്ള പ്രാർത്ഥന. സ്തോത്രം. അപ്പോൾ പ്രാർത്ഥനയുടെ പലതരം പ്രാർത്ഥനകളുണ്ട്. ഇന്റർസെഷൻ is both a component of prayer and also a type of prayer. മധ്യസ്ഥത അല്ലെങ്കിൽ ഇടിവിൽ നിൽക്കുക എന്നുള്ളത് ഒരു പ്രാർത്ഥനയിലെ ഘടകവുമാണ്, അപ്പോൾ തന്നെ പ്രാർത്ഥനയുടെ ഒരു രീതിയുമാണ്, ഒരു പ്രാർത്ഥനയുടെ വിഭാഗത്തിൽപ്പെടും മധ്യസ്ഥ പ്രാർത്ഥന എന്ന്. അപ്പോൾ അങ്ങനെ അതിനെ തന്നെ നമുക്ക് 2 രീതികളിലായിട്ട് മനസ്സിലാക്കുവാൻ സാധിക്കും. അപ്പോൾ മധ്യസ്ഥതയും അഭയയാചനയും തമ്മിലുള്ള വ്യത്യാസവും നമ്മൾ കണ്ടു. അഭയയാചനകൾ
അല്ലെങ്കിൽ അപേക്ഷകൾ, അല്ലെങ്കിൽ വെറും യാചനകൾ എന്നുള്ളത് സ്തോത്രം നാം കാണുന്നത് നമ്മുടേതായ ആവശ്യങ്ങളെ ദൈവസന്നിധിയിൽ അർപ്പിക്കുന്നതാണ്. നമ്മുടേതായ ആവശ്യങ്ങളെ ദൈവസന്നിധിയിൽ അർപ്പിക്കുന്നതാണ്. നമ്മുടെ ആവശ്യങ്ങൾ, നമ്മുടെ അവസ്ഥകളൊക്കെ തിരുമുമ്പാകെ അർപ്പിച്ചിട്ടുള്ള അപേക്ഷകൾ. എന്നാൽ മധ്യസ്ഥത എന്ന് പറയുന്നത് മറ്റുള്ളവരുടെ ആവശ്യങ്ങളെ, അവരുടെ പ്രശ്നങ്ങളെ, അവരുടെ വിഷയങ്ങളെ, മറ്റു വ്യക്തികളെ തിരുമുമ്പാകെ നാം കൊണ്ടുചെല്ലുന്നതാണ്. So petitions or requests or supplications are prayers offered for ourselves, for our own needs, whereas intercession is for others. The request made for others. We bring others unto God's presence. നമുക്കറിയാം, മഹാപുരോഹിതൻ, പഴയ നിയമത്തിലെ മഹാപുരോഹിതൻ, ആദ്യത്തെ മഹാപുരോഹിതനായിട്ട് ദൈവം അഭിഷേകം ചെയ്യുന്നത് അഹരോനെയാണ്. അഹരോന്റെ പല വിധത്തിലുള്ള വസ്ത്രങ്ങളുണ്ട്. ആ വസ്ത്രങ്ങളിൽ മാർപ്പതക്കം, ബ്രസ്റ്റ് പ്ലേറ്റ് എന്ന രീതിയിൽ ഒരു വസ്ത്രമുണ്ട്. അതിന്റെ രണ്ടു വശങ്ങൾ, ഇടതും വലതും, ബോത്ത് സൈഡ്സ്. ഇസ്രായേൽ ഗോത്രത്തിലെ 12 പേരുടെ, അല്ലെങ്കിൽ 12 ഇസ്രായേൽ ഗോത്രങ്ങളുടെ പേരുകൾ 6 മഹാപുരോഹിതന്റെ മാർപ്പതക്കത്തിൽ കുത്തിയിരിക്കണമായിരുന്നു. എന്തിനാണെന്നും പറയുന്നുണ്ട്. എന്തിനാണ്? ദാറ്റ് വാസ് ഒരു പ്രതീകമായിരുന്നു. അത് ദൈവസന്നിധിയിൽ ശുശ്രൂഷയ്ക്ക് നിൽക്കുമ്പോൾ ആ വസ്ത്രം അവര് ധരിക്കും. ആ വസ്ത്രം ധരിക്കുമ്പോൾ എന്താണ് ചെയ്യുന്നത്? ആ വസ്ത്രത്തിൽ ഈ 12 ഗോത്രങ്ങളുടെ പേരുകൾ ഉള്ളതുപോലെ, സ്തോത്രം, താൻ ദൈവസന്നിധിയിൽ നിൽക്കുന്ന സമയത്ത് ഈ ഇസ്രായേൽ ഗോത്രങ്ങൾ 12നെയും ദൈവസന്നിധിയിൽ തൻ്റെ ഹൃദയത്തിൽ വഹിക്കുക എന്നുള്ളതാണ് അതിൻ്റെ അർത്ഥം. സ്തോത്രം. That was a symbol. The Old Testament high priest had to have a particular type of a gown, and on which 12 tribes of Israel had to be encrypted. 6 at right side and 6 at left side. That means when the high priest get into God's presence for ministry, for prayer, for intercession, he had to bear all the tribes of Israel in his heart. So that is actually the high priestly ministry. That is actually the priestly ministry we also have to continue in. Stotram. Paul, okay, Exodus 39:14. Thank you. Eduthengil vaicholu. There were 12 stones, one for each of the names of the sons of Israel, each engraved like a seal with the name of one of the 12 tribes. Yeah. അതിന്റെ അർത്ഥം എന്താണെന്ന് അവിടെ എഴുതിയിട്ടില്ലേ? എഴുതിയിട്ടില്ല. ഓക്കെ. അപ്പോൾ അവിടെ പറയുന്നത്, നമ്മളിപ്പോൾ ഈ പറഞ്ഞ കാര്യമാണ് അവിടെ നമ്മൾ വായിച്ചത്. മഹാപുരോഹിതന്റെ വസ്ത്രത്തിന്മേൽ, പലതരത്തിലുള്ള വസ്ത്രം, ആ വസ്ത്രത്തിന്മേൽ മാർപ്പതക്കത്തിൽ പതിക്കേണ്ടതായ ഈ ഇസ്രായേൽ ഗോത്രങ്ങൾ 12ന്റെയും പേരുകൾ, സ്തോത്രം, പേരുകൾ. അപ്പോൾ അങ്ങനെ
ദൈവസന്നിധിയിൽ ഇസ്രായേൽ ഗോത്രങ്ങൾ 12-നെയും ഹൃദയത്തിൽ വഹിക്കുക. അതാണ് വളരെ ആദ്യമായിട്ട് നമ്മൾ കാണുന്ന പ്രധാനപ്പെട്ട മധ്യസ്ഥതയുടെ ദൈവീക ഇടപെടിയിൽ എന്ന് പറയുന്നത്. So here comes the divine acceptance and divine guidance and direction of intercession. Yeah, as some of you told yesterday, we see intercession in the life of Abraham in Genesis 18 and 19. 18 19 ഉൽപ്പത്തി പുസ്തകത്തിന്റെ അധ്യായങ്ങളിൽ അബ്രഹാം തൻ്റെ ബന്ധുവായ ലോത്തിന് വേണ്ടി നടത്തുന്ന, അത് നിമിത്തം സൊദോം ഗോമോറയ്ക്ക് വേണ്ടി നടത്തുന്ന ഇടിവിൽ നിൽക്കുന്ന പ്രാർത്ഥന കാണാനായിട്ട് സാധിക്കും. പിന്നിങ്ങോട്ട് വരുമ്പോൾ എക്സോഡസ് 32 32-ാമത്തെ അധ്യായത്തിൽ, പുറപ്പാട് 32-ാമത്തെ അധ്യായത്തിൽ മോശ നടത്തുന്ന ഭയങ്കര ഒരു മധ്യസ്ഥതയുണ്ട്. See, intercession is not that easy. അതിനാണ് എക്സാക്ട്ലി ഇടിവിൽ നിൽക്കുക എന്ന് പറയുന്നത്. ആ പദമാണ് കൂടുതൽ വേദപുസ്തക പ്രകാരം അർത്ഥശുദ്ധിയുള്ളതെന്ന് ഞാൻ ഇന്നലെയെ പറഞ്ഞല്ലോ. സ്തോത്രം. അതിന് വളരെയധികമായിട്ട് നമ്മൾ പലപ്പോഴും എടുക്കുന്ന വാക്യമാണ് എസേക്കിയേൽ 22:30. യെഹെസ്കേൽ 22-ന്റെ 30-ാമത്തെ വാക്യം മുമ്പൊരിക്കൽ നമ്മൾ വായിച്ചിട്ടുണ്ട്, എങ്കിലും എടുത്തെങ്കിലും ഒന്ന് വായിച്ചോളൂ. I looked for a man among them who would build up the wall and stand before me in the gap on behalf of the land, so that I would not have to destroy it, but I found none. This is a lament from our God. I looked for how many people? A man. One person. മധ്യസ്ഥന്മാരെ ഒത്തിരി വേണം എന്ന് ദൈവം അന്വേഷിക്കുന്നില്ല. ഒരുത്തനെന്നാണ് നാം കാണുന്നത്. സ്തോത്രം. ഒരുത്തനെ ഞാൻ അവരുടെ ഇടയിൽ അന്വേഷിച്ചു, പക്ഷെ കണ്ടില്ല. എന്തിനു വേണ്ടിയാ? സ്തോത്രം. Stand in the gap. Yeah, to build the wall and stand in the gap. സ്തോത്രം. മതില് കെട്ടണം, പിന്നെ സ്തോത്രം അതിന്റെ ഇടിവിൽ അല്ലെങ്കിൽ വിടവിൽ നിൽക്കണം. അതിന് അക്ഷരീയമായൊരർത്ഥം കൂടെ ഉണ്ട്. അക്ഷരീയമായ അർത്ഥം നമുക്കറിയാം. ഇന്നത്തെ പോലെ എയർ സ്ട്രൈക്സ് ഒന്നും ഇല്ലാത്ത കാലമായിരുന്നു അന്ന്. എയർഫോഴ്സ് ഒന്നും ഇല്ല. അന്നുള്ളതെല്ലാം ഇൻഫൻട്രി, കവൽറി എന്ന് പറഞ്ഞാൽ നടന്നു വന്ന്, അല്ലെങ്കിൽ കുതിരപ്പുറത്തോ ആനപ്പുറത്തോ ഒക്കെ ഉണ്ടാവും. എന്നാലും ശരി, ഗ്രൗണ്ട് വാർ മാത്രമേ ഉള്ളൂ. അപ്പോൾ അങ്ങനെ ഉള്ളത് കൊണ്ട് അന്നത്തെ പട്ടണങ്ങളൊക്കെ കോട്ടകൾ കെട്ടി സുരക്ഷിതമാക്കിയിരുന്നു. അത് നമുക്ക് ഏറ്റവും നന്നായിട്ട് അറിയാവുന്നതാണ് യെരിഹോ മതിൽ. അങ്ങനെ കോട്ട കെട്ടി കാത്തിരിക്കുമ്പോൾ എല്ലാ പട്ടണങ്ങളും, യെരുശലേം ഉൾപ്പെടെ ഉള്ളതിന് അങ്ങനെയായിരുന്നു. അതുകൊണ്ട് ആ നെഹമ്യാവിനെ പറ്റി നമ്മൾ വായിക്കുന്നത് യെരുശലേമിന്റെ മതിൽ പണിയുക. അപ്പോൾ മതിലാണ്, അതിന്റെ കോട്ടയാണ്. നമ്മുടെയൊക്കെ വീടുകൾക്ക് പണിയുന്ന പോലെ ഒരു ഇഷ്ടിക വെച്ച് കെട്ടുന്ന മതിലൊന്നും അല്ലത്. പല രഥങ്ങൾ ഒരുമിച്ച് ഓടിക്കത്തക്ക വീതിയിൽ അത്ര കോട്ട കെട്ടിയാണ്, അത്ര ശക്തമായിട്ടാണ് പണിയുന്നത്. എന്നാൽ ശത്രുക്കൾ വന്ന് ഈ പട്ടണത്തെ വളയുമ്പോൾ രാജാവും പ്രഭുക്കന്മാരും എല്ലാം ഉൾപ്പെടെ ഉള്ളവർ ഈ പട്ടണത്തിനകത്ത് വാതിലടച്ച് സുരക്ഷിതരായിട്ടിരിക്കും. അനേക ദിവസങ്ങൾ. ഇന്നത്തെ പോലെ ഉപരോധം, ഇന്നത്തെ രാഷ്ട്രീയ ഭാഷയിൽ നമുക്കറിയാവുന്ന കാര്യമാണ്. സാമ്പത്തിക ഉപരോധം,
ഓരോ വലിയ രാജ്യങ്ങൾ കൊച്ചു രാജ്യങ്ങൾക്ക് മേൽ ഓരോ സാങ്ഷൻസ് ഇമ്പോസ് ചെയ്യുന്നത് പോലെ ഉപരോധിക്കുമ്പോൾ കുറെ കഴിയുമ്പോൾ ആഹാരമൊന്നും ഇല്ലാതെ ഇതുങ്ങൾ പുറത്തിയാടും. എന്നാൽ ചിലരുണ്ട് വളരെ നാളുകളിലേക്ക് വേണ്ട ആഹാരമൊക്കെ സംഭരിച്ചു വെച്ച് ഇതിനകത്ത് തന്നെ കഴിയുന്നവർ. ഒത്തിരി നാള് ശത്രുക്കൾ ഈ കോട്ടയുടെ പുറത്ത് കാത്തു നിന്നിട്ടും അകത്തിരിക്കുന്നവര് പട്ടണത്തിന് പുറത്തേക്ക് വരാതിരിക്കുമ്പോൾ ഈ ഭയങ്കര വീതിയുള്ള കോട്ടകൾ ഈ പുറത്ത് നിൽക്കുന്ന പട്ടാളക്കാർ ഇടിക്കും. ഇടിച്ച് പുറത്തു നിൽക്കുന്ന പട്ടാളക്കാര് പട്ടണത്തിനകത്തേക്ക് കോട്ടയ്ക്കകത്തേക്ക് കയറും. അപ്പോൾ കോട്ടയ്ക്കകത്ത് ഈ പട്ടണത്തിലെ പട്ടാളക്കാരുണ്ട്. അവർക്ക് പെട്ടെന്ന് ഇന്നത്തെ പോലെ ഇൻസ്റ്റന്റ് ആയിട്ട് പണിയാവുന്ന മതിലും കാര്യങ്ങളൊന്നും ഇല്ല. പിന്നെ അവർക്ക് ചെയ്യാൻ പറ്റുന്നത് എന്താണ്? പുറത്തെ ശത്രുക്കൾ ഇടിക്കുന്ന മതിൽ, രണ്ട് കാര്യങ്ങൾ അവർക്ക് ചെയ്യാൻ പറ്റും. ഇടിക്കുന്ന മതിൽ പെട്ടെന്ന് അവർക്ക് പണിയാം. രണ്ട്, പണിയുമ്പോഴേക്കും എന്ത് നിൽക്കാം? അവരിടിച്ച് കയറുന്ന ഗ്യാപ്പിൽ ഇവർക്ക് കയറി അങ്ങ് നിൽക്കാം. ഈ ഗ്യാപ്പിനകത്ത് കയറി നിൽക്കുമ്പോൾ അതാണ് ഇടിവിൽ നിൽക്കുക എന്ന് പറയുന്നത്, അല്ലെങ്കിൽ വിടവിൽ നിൽക്കുക എന്ന് പറയുന്നത്. മതിൽ പണിയുക, അങ്ങനെയാണല്ലോ നമ്മളാ വായിച്ചത്. എന്റെ മുമ്പാകെ മതിൽ പണിയേണ്ടതിനും ഇടിവിൽ നിൽക്കേണ്ടതിനും. ഇതിന്റെ അക്ഷരീയമായ അർത്ഥമാണ് ഞാൻ ഈ പറയുന്നത്. ശത്രു പുറത്തു നിന്നും ഇടിച്ച് അകത്തേക്ക് കയറുന്ന മതിൽ ഒന്ന് പെട്ടെന്ന് പണിതെടുക്കുക. എന്നാൽ ആ പണിയുന്ന നേരം കൊണ്ടും ശത്രു അകത്ത് കയറാതിരിക്കാൻ ഇഷ്ടികയ്ക്ക് പകരം ഈ പട്ടാളക്കാര് അവരുടെ ജീവനെ തിരിച്ചുകൊണ്ട് ഇടിവിലേക്ക് പോയി അങ്ങ് നിൽക്കുകയാണ്. അപ്പോൾ ഇടിവിൽ നിൽക്കുക എന്ന് പറയുന്നത് ഈസിയാണോ? ഞാനൊന്ന് ചോദിക്കുകയാണ്, വളരെ വളരെ ഗൗരവത്തോടെ ചിന്തിച്ചിട്ടേ ഉത്തരം പറയാവൂ. നമ്മള് പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനകളിൽ ഈ ഇടിവിൽ നിന്നിട്ടുള്ള പ്രാർത്ഥന നമുക്ക് വലിയ ഗൗരവമുള്ളതായിട്ട് തോന്നിയിട്ടുണ്ടോ? ഇപ്പോൾ ഈ ചിന്തിച്ചതുപോലെ ഇത്രയും ഗൗരവമായിട്ട് എടുത്തിട്ടില്ല. ഞാൻ മിക്കപ്പോഴും കണ്ടിട്ടുള്ളത് the easiest prayer, one of the easiest prayer is an intercessory prayer. Yeah. One of the easiest prayer. Sometimes one of the prayer people used to enjoy and pray. വളരെ ലാഘവത്തോടും ലാളിത്യത്തോടും കൂടെ എടുത്ത് വളരെ സരളമായ പ്രാർത്ഥനയായി പ്രാർത്ഥിക്കുന്നത് മധ്യസ്ഥ പ്രാർത്ഥനയാണെന്നാണ് എൻ്റെ ഇതുവരെയുള്ള അനുഭവങ്ങളിൽ കാണുവാൻ കഴിഞ്ഞിട്ടുള്ളത്. പക്ഷെ യഥാർത്ഥ മധ്യസ്ഥ പ്രാർത്ഥന വളരെ വില കൊടുക്കേണ്ടതായ പ്രാർത്ഥനയാണ്. അതിലൊരു പ്രധാന ഘടകമാണ് ഇപ്പോൾ നമ്മൾ പറഞ്ഞത്, മതില് കെട്ടി ഇടിവിൽ നിൽക്കുക. മതില് കെട്ടാനെടുക്കുന്ന നേരത്തിനകം പോലും ശത്രു അകത്തേക്ക് ഇരച്ചു കയറാതിരിക്കുവാൻ ഇഷ്ടികയ്ക്ക് പകരമായി, കല്ലുകൾക്ക് പകരമായി സ്വന്തം രാജ്യത്തെ പൗരന്മാരെ രക്ഷിക്കേണ്ടതിന് അവിടുത്തെ കാവൽ പടയാളികൾ ആ സ്ഥാനം ഏറ്റെടുക്കുകയാണ്. ചിലപ്പോൾ അവരെ ചവിട്ടി മെതിച്ചിട്ടായിരിക്കും മറ്റേ ശത്രുപട്ടാളം അകത്തേക്ക് വരുന്നത്. ഇല്ലെങ്കിൽ അവരെ വെട്ടിനുറുക്കിയിട്ടായിരിക്കും. വെട്ടിനുറുക്കിയിട്ടാലും ഈ വിടവ് നികത്തുക, മറ്റുള്ളവർക്ക് ഇങ്ങോട്ട് ഇടിച്ചു കയറാൻ അനുവാദം കൊടുക്കാതെ അതിൽ ചത്തു വീഴുക എന്ന സമർപ്പണത്തോടുകൂടെ ഇറങ്ങുന്നവരാണ് സത്യത്തിൽ ആര്? മധ്യസ്ഥ പ്രാർത്ഥനക്കാർ. അതാണ് നാം മോശയുടെ പ്രാർത്ഥനയിൽ കാണുന്നത്. 32:32 പുറപ്പാട് 32:32 മോശ ദൈവത്തോട് ചെന്ന് പ്രാർത്ഥിക്കുകയാണ്, സ്തോത്രം, ഇവരുടെ പാപം നീ ക്ഷമിക്കണമേ. സ്തോത്രം.
ഇസ്രായേൽ ജനത്തിന്റെ ചുറ്റും ദൈവം കെട്ടിയിരുന്ന ആ സംരക്ഷണത്തിന്റെ മതിൽ പൊളിഞ്ഞു. ദൈവത്തിന്റെ കോപം ഇരച്ചു കയറുകയാണ്. എന്നാൽ ആ മതില് കെട്ടി മോശ ആ വിടവിലേക്ക് അങ്ങ് വീഴുക. അവിടെ കിടന്നുകൊണ്ട് പറയുകയാണ്, കർത്താവേ, അങ്ങയുടെ കോപം ഇരച്ചു കയറുകയാണ് നിന്റെ ജനത്തിനെതിരെ. പക്ഷേ ആദ്യം എന്നെ കൊന്നിട്ടേ പറ്റത്തുള്ളൂ. അവരില്ലാത്തൊരു സ്വർഗം എനിക്ക് വേണ്ട. നീ ഇവരുടെ പാപം ക്ഷമിക്കണം, ഇല്ലെങ്കിൽ അങ്ങ് എഴുതിയ പുസ്തകത്തിൽ നിന്ന് എൻ്റെ പേര് മായ്ച്ചു കളയണം. ഓ സ്തോത്രം! എന്തൊരു മധ്യസ്ഥതയാ ഇത്. Praise the Lord. ഇതാണ് യഥാർത്ഥത്തിൽ ഇടിവിൽ നിൽക്കുക എന്ന് പറയുന്നത്. സ്തോത്രം! One of the most valuable intercessory prayers we see in Exodus 32:32, where Moses is praying for Israelites. When God was about to consume, God was about to burn, God was about to destroy Israel, Moses came up between God and his people. Moses stood up between the wrath of God, the consuming wrath of God, the kindled fire of wrath of God, and people of Israel who are to be consumed. Moses stood in between and he says, no, God, please forgive their sins. If not, blot out my name from your book. That means from the book of life. Blot my name out. That means I don't want a heaven without these people. What a great, deeper, valuable, precious intercession. സ്തോത്രം! എന്തൊരു വിലപിടിപ്പുള്ള മധ്യസ്ഥ പ്രാർത്ഥനയാണത്. സ്തോത്രം! ദൈവത്തിന്റെ കോപം ഇസ്രായേൽ ജനത്തെ ദഹിപ്പിച്ചു കളയാൻ വേണ്ടിയിട്ട് ഒലിച്ചിറങ്ങുമ്പോൾ മോശ എടുത്തു ചാടുകയാണ് ഇസ്രായേൽ ജനത്തിനും ദൈവത്തിന്റെ ഈ കോപത്തിനും ഇടയിലേക്ക്. എന്നിട്ട് പറയുന്നു, ഇല്ല കർത്താവേ, ഇവരുടെ പാപത്തെ ക്ഷമിക്കണമേ, ഇല്ലെങ്കിൽ എൻ്റെ പേര് നീ മായ്ച്ചേരെ ജീവന്റെ പുസ്തകത്തിൽ നിന്ന്. നീ എഴുതിയ പുസ്തകം എന്ന് പറയുന്നത് ജീവന്റെ പുസ്തകമാണ്. സ്തോത്രം! എന്ന് പറഞ്ഞാൽ ഇവരില്ലാത്ത ഒരു സ്വർഗം എനിക്ക് വേണ്ട. ഇതാണ് മധ്യസ്ഥത. ഹല്ലേലൂയ! അങ്ങനെ ഹൃദയം കൊടുത്ത്, അങ്ങനെ ഹൃദയത്തിന്റെ ആഴത്തിൽ നിന്ന്, അങ്ങനെ വില കൊടുത്തൊരു മധ്യസ്ഥത നമ്മൾ പലപ്പോഴും ചെയ്യാറില്ല എന്നുള്ളതല്ലേ സത്യം. സ്തോത്രം! എന്നാൽ ഈ ദിവസങ്ങളിൽ നാം ഒക്കെ ദൈവം അന്വേഷിക്കുന്ന ആ മധ്യസ്ഥരാകുവാൻ ദൈവത്തിന് ആഗ്രഹമുണ്ട്. സ്തോത്രം! ഹല്ലേലൂയ! ഞാന് ഇപ്പൊ ഒത്തിരി നാളായി ഒരു വിഷയം പ്രസംഗിച്ചിട്ട്. നമ്മുടെ കുട്ടിയങ്ങളിലേക്ക് ചർച്ചില് ഞാൻ ശുശ്രൂഷിക്കുന്ന സമയത്താണ്. അവിടെ ഞായറാഴ്ച രാവിലെയും വൈകിട്ടും മീറ്റിംഗ് ഉണ്ടായിരുന്നു. വൈകിട്ട് ഹിന്ദിക്കാരുടെ ഇടയിലുള്ള ഒരു മീറ്റിംഗ് ആയിരുന്നു. നമ്മുടെ ഹിന്ദി മീറ്റിങ്ങുകൾ സംബന്ധിക്കുന്ന ചില ദൈവദാസന്മാർ, നമ്മുടെ ആദ്യത്തെ ഹിന്ദി ബൈബിൾ ക്ലാസ് പ്രാർത്ഥിച്ച് അവസാനിപ്പിച്ച ഒരു പാസ്റ്ററിന്റെ പേര് നിങ്ങൾ ഓർക്കുന്നുണ്ടായിരിക്കും, പാസ്റ്റർ രൂപേഷ്. അദ്ദേഹത്തിന്റെ വീട്ടിൽ വെച്ചായിരുന്നു അന്നത്തെ യോഗം. നമ്മുടെ കൂട്ടത്തിലുള്ള അന്നു, ആ കുടുംബങ്ങളൊക്കെ ഉള്ള സമയത്താണ്. അന്ന് ഞാൻ സഭായോഗത്തിന് ശുശ്രൂഷിക്കുമ്പോൾ വൈകിട്ട് ഒരു ഞായറാഴ്ച വൈകിട്ട്, ഡേറ്റ് ഒന്നും എനിക്ക് ഓർമ്മയില്ല,
ദൈവത്തിന്റെ ആത്മാവ് വളരെ കൃത്യതയോടെ എന്നോട് സംസാരിച്ച ഒരു കാര്യമായിരുന്നു, God is a God who seeks. അന്വേഷകനായ ദൈവം, അന്വേഷകനായ ദൈവം. ഞാൻ 2-3 ഇടത്ത് അതേപ്പറ്റി പ്രസംഗിച്ചിട്ടുണ്ട്. അന്വേഷകനായ ദൈവം. ആ ദൈവം അന്വേഷിക്കുന്നവരിൽ ഒരു കാര്യമാണ് ഇപ്പോൾ നമ്മൾ വായിച്ചത്. എന്താണ്? മതില് കെട്ടി ഇടിവിൽ നിൽക്കുവാൻ മധ്യസ്ഥന്മാരെ, ഇടിവിൽ നിൽക്കുന്നവരെ തിരയുന്ന ദൈവം. Our God is a God who seeks. Our God is a God who is in search of some sort of people. God's seeking began even before time began. Okay. Even before time began. But we see the first seeking as of such in Genesis 3:9, seeking the lost man. നഷ്ടപ്പെട്ടു പോയ, പാപം ചെയ്ത, ഒളിച്ചിരിക്കുന്ന മനുഷ്യനെ തേടി വന്ന ദൈവത്തെയാണ് നാം 33:9 ദൃശ്യമായിട്ട് മനസ്സിലാക്കുന്നത്. അതിനു മുമ്പേ തുടങ്ങിയതാണ് അന്വേഷണം. നമ്മുടെ വിഷയം അതല്ലാത്തതാണ്, അങ്ങോട്ട് പോകുന്നില്ല. എന്നാൽ അങ്ങനെ ധാരാളം കാര്യങ്ങളെ അന്വേഷിച്ച ദൈവം നമ്മളിപ്പോൾ ചിന്തിക്കുന്ന വിഷയത്തിൽ ഇടവിൽ നിൽക്കുന്ന മധ്യസ്ഥന്മാരെയും അന്വേഷിക്കുന്നു. നമ്മുടെ ഈ കൊച്ചു ഗ്രൂപ്പിലും കർത്താവ് അങ്ങനെയുള്ള ചിലരെ അന്വേഷിച്ച് വന്നിട്ടുണ്ട്. സ്തോത്രം. അങ്ങനെയാണെങ്കിൽ സ്തോത്രം, നമ്മിൽ ചിലരെ ദൈവത്തിന് ഇടിവിൽ നിൽക്കുന്നവരായി, മധ്യസ്ഥന്മാരായിട്ട് കണ്ടെത്തുവാൻ സാധിക്കുമോ? Praise the Lord. സ്തോത്രം. Hallelujah. God wants to find some of us, may not be all of us, but at least a person, at least a man, a woman, a child. Doesn't matter what is your age. Doesn't matter you are a boy or a girl, a male or a female. Doesn't matter. But God wants a person. Let's submit ourselves. So Lord, let me be that one person whom you seek. കർത്താവേ, നിനക്കും മനുഷ്യർക്കും ഇടയിൽ നിൽക്കുവാൻ അങ്ങ് അന്വേഷിക്കുന്ന, ഇടിവിൽ നിൽക്കുവാൻ അങ്ങ് അന്വേഷിക്കുന്ന ആ ഒരു വ്യക്തിയായി എന്നെ കണ്ടെത്തുവാൻ സഹായിക്കണമേ. I want to be that one person. Whatever be the price I may have to remit, as Moses. If we are ready to pay such a price, of course, God will not take that price, but He will consider our request. സ്തോത്രം. അങ്ങനെ ഒരു വില കൊടുത്ത് ഇടിവിൽ നിൽക്കാൻ നാം തയ്യാറായാൽ, സ്തോത്രം, നമ്മൾ കൊടുക്കുന്ന വില കർത്താവ് വാങ്ങത്തില്ലെങ്കിലും അതിനവൻ വിലമതിച്ച് നമ്മുടെ അപേക്ഷകൾ അവൻ കേൾക്കും. അത് നമ്മുടെ ആവശ്യങ്ങൾക്ക് വേണ്ടിയല്ല കേട്ടോ, ഭൗതികതയ്ക്ക് വേണ്ടിയല്ല. സ്തോത്രം. ഭൗതികതയ്ക്ക് വേണ്ടിയല്ല. ദൈവത്തിന്റെ കോപത്തെ ശമിപ്പിക്കുവാൻ, ദൈവത്തിന്റെ പ്രസാദത്തിന്റെ വലിയ വഴികൾ വെട്ടിത്തുറക്കുവാൻ. Praise the Lord. സ്തോത്രം. അങ്ങനെ ധാരാളം മധ്യസ്ഥതകൾ നമുക്ക് തിരുവെഴുത്തിൽ കാണുവാൻ സാധിക്കും. കുറേയേറെ കാര്യങ്ങളുണ്ട്, അത് തന്നെ പഠിച്ചു പോയാൽ ഒത്തിരി ഉണ്ട്. അതുകൊണ്ട് ഞാൻ എല്ലാം പറയുന്നില്ല, വിശദീകരിക്കുന്നില്ല. ചിലത് മാത്രം ഒന്ന് തൊട്ടുവിടാം. സ്തോത്രം. മധ്യസ്ഥത, intercession. First of all, let's just read from 1 Timothy chapter 2 and verse 1. 1 തിമോത്തിയോസ് 2:1 വാക്യം. 1 തിമോത്തിയോസ് 2:1. 1 Timothy 2 verse 1. First of all, then I urge that pretensions
prayers, intercessions, and thanksgivings be made for everyone. For everyone. അവിടെ പൊതുവായിട്ട് പറയുന്നത് എല്ലാവർക്കും വേണ്ടി, സകല മനുഷ്യർക്കും വേണ്ടി അല്ലെ? മലയാളത്തിൽ സകല മനുഷ്യർക്കും വേണ്ടി നന്ദു. സകല മനുഷ്യർക്കും വേണ്ടി ഇത് മൂന്ന് നമ്മൾ ചെയ്യണമെന്ന്. എന്തൊക്കെ ചെയ്യണമെന്ന് പറഞ്ഞിരിക്കുന്നത്? മലയാളം കൂടെ ഒന്ന് വായിച്ചോളൂ ആ വാക്യം. എന്നാൽ സകല മനുഷ്യർക്കും നാം സർവഭക്തിയോടും ധനത്തോടും കൂടെ സമാധാനതയും സ്വസ്ഥതയുമുള്ള ജീവനം കഴിക്കേണ്ടതിന് വിശേഷാൽ രാജാക്കന്മാർക്കും സകല അധികാരസ്ഥന്മാർക്കും വേണ്ടി യാചനയും പ്രാർത്ഥനയും പക്ഷപാതവും സ്തോത്രം ചെയ്യണം എന്ന് ഞാൻ സകലത്തിന് മുമ്പേ പ്രബോധിപ്പിക്കുന്നു. പ്രാർത്ഥന, പക്ഷവാദം, സ്തോത്രം, യാചന, സ്തോത്രം. നമ്മളിപ്പോൾ ചിന്തിച്ച 4 കാര്യങ്ങൾ അവിടെ തന്നെ ഉണ്ട്. അതില് നമ്മൾ ഒരു കാര്യം എടുക്കുകയാണ്. ആർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം? സകല മനുഷ്യർക്കും വേണ്ടി പ്രാർത്ഥിക്കണം. എന്തിനാണ് സ്തോത്രം? എന്തിനു വേണ്ടിയാ പ്രാർത്ഥിക്കേണ്ടത്? സ്തോത്രം. ഭക്തിയോടുകൂടെ, സ്വസ്ഥതയോടുകൂടെ, സാവധാനതയോടുകൂടെ ജീവിക്കുവാൻ ഇടം ഉണ്ടാകേണ്ടത്. നാം സകല മനുഷ്യർക്കും വേണ്ടി പ്രാർത്ഥിക്കണം. ഒന്നാമത്തെ ഭാഗം അതാണ്. രണ്ടാമത് നാം അതേ വാക്യത്തിൽ തന്നെ കാണുന്നു, ഫോർ the people in authority. Here they are the political authorities. The people of the government we have to pray for. സർക്കാർ തലങ്ങളിലെ അധികാരസ്ഥന്മാർക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കണം. സ്തോത്രം. അന്ന് പ്രസിഡന്റും പ്രധാനമന്ത്രിയും ഒന്നും ഇല്ലാഞ്ഞതുകൊണ്ട് പൗലോസ് അന്നത്തെ ഭാഷ എഴുതിയെന്നേ ഉള്ളൂ. രാജാക്കന്മാർക്ക് വേണ്ടിയിട്ടും സകല അധികാരസ്ഥന്മാർക്ക് വേണ്ടിയിട്ടും പ്രാർത്ഥിക്കണം. അധികാരങ്ങളിലുള്ളവരോട് നാം അവർക്ക് വേണ്ടി ദൈവത്തോട് നാം പ്രാർത്ഥിക്കണം. അവര് ഏത് പാർട്ടിക്കാരും ആകട്ടെ, ഏത് ഗവൺമെന്റും ആകട്ടെ, നമുക്കൊക്കെ സത്യത്തിൽ ഈ വിഷയങ്ങളിൽ ഒരു നല്ല അടിസ്ഥാനപരമായ പഠിപ്പീരേണ്ട ആവശ്യമുണ്ട്. നമ്മളൊരു ഇലക്ഷൻ വന്നാൽ എന്താ ചെയ്യുന്നത്? ഒരു ഇലക്ഷന്റെ സമയത്ത് സ്തോത്രം, നമുക്ക് ഇഷ്ടമുള്ള പാർട്ടി ജയിക്കണം എന്ന് പ്രാർത്ഥിക്കാൻ തുടങ്ങും. നമുക്ക് ഇഷ്ടമുള്ള പാർട്ടിക്ക് വേണ്ടിയിട്ട് നമ്മൾ അങ്ങോട്ടങ്ങ് പ്രാർത്ഥിക്കാൻ തുടങ്ങും. ഇനി നമുക്ക് ഇഷ്ടമില്ലാത്ത പാർട്ടിക്കാരെങ്കിലും അധികാരത്തിൽ വന്നാൽ പിന്നെ പ്രാർത്ഥന എന്താ? അവരെ മാറ്റാനും ഒക്കെ ഞാൻ പറയണ്ടല്ലോ. അങ്ങനെയൊക്കെ ഇലക്ഷൻ സമയത്ത് പ്രസംഗിച്ചവരും പ്രവചിച്ചവരും പോലും ഉണ്ട്. നമുക്കതൊക്കെ അറിയാം. കഴിഞ്ഞ ഇലക്ഷൻ സമയത്ത് ഭയങ്കര തമാശയായിരുന്നത്, ഭയങ്കര ട്രോളുകളായിരുന്നത്. അപ്പൊ അതിൽ നിന്നൊക്കെ തന്നെ മനസ്സിലായി ആ പ്രസംഗിച്ചതും പ്രവചിച്ചതും ഒന്നും ദൈവാത്മാവിൽ അല്ലായിരുന്നു എന്നുള്ളത്. പക്ഷെ അതൊക്കെ കേൾക്കുമ്പോൾ നമ്മൾ വളരെ വികാരഭരിതരായി തീരാറുണ്ട്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഏത് ഭരണപക്ഷമോ പ്രതിപക്ഷമോ ആകട്ടെ, അധികാരസ്ഥന്മാരെ നാം ദൈവസന്നിധിയിൽ വെച്ച് പ്രാർത്ഥിക്കണം. പ്രാർത്ഥിക്കുന്നത് ഇതിനു വേണ്ടിയാ, അവരെ നീക്കാനുമല്ല വാഴിക്കാനുമല്ല. എന്നാൽ കർത്താവേ, നിന്റെ ജനത്തിനുൾപ്പെടെ, സുവിശേഷകന്മാർക്കുൾപ്പെടെ, ദൈവസഭാംഗങ്ങൾക്കുൾപ്പെടെ സകല മനുഷ്യർക്കും സാവധാനതയോടെ, ഭക്തിയോടെ, സ്വസ്ഥതയോടെ ജീവിക്കുവാൻ കഴിയുന്ന ഒരു അന്തരീക്ഷം ഭരണതലത്തിൽ നിന്നും ഉണ്ടാകണം. അത് ഭരണാധിപന്മാർ, സർക്കാർ തലത്തിലുള്ളവർ, രാഷ്ട്രീയ തലത്തിലുള്ളവർ, പിന്നെ പോലീസ് സേനാംഗങ്ങൾ, പട്ടാളം, മറ്റ്
ബ്യൂറോക്രാറ്റ്സ്, ഭരണാധിപന്മാർ, ഇങ്ങനെ സകലർക്ക് വേണ്ടിയും നമ്മൾ പ്രാർത്ഥിക്കേണ്ടതുണ്ട്. സ്തോത്രം. പക്ഷെ ഇവരെയൊക്കെ നമ്മള് ചില പ്രത്യേക മധ്യസ്ഥ പ്രാർത്ഥന നടക്കുന്ന സമയത്ത് വിഷയം പറയാനും സമയം നമ്മൾ പറഞ്ഞ സമയം വരെ കൊണ്ടെത്തിക്കാനും വേണ്ടി പറയുന്നതല്ലാതെ ആത്മാർത്ഥതയോടെ ഈ വിഷയങ്ങൾക്ക് വേണ്ടിയൊക്കെ മധ്യസ്ഥത അണയ്ക്കുന്നവർ നമ്മുടെയൊക്കെ ഇടയിൽ എത്ര പേരുണ്ടെന്നുള്ളത് സംശയമാണ്. സ്തോത്രം. നമ്മുടെ പ്രാർത്ഥനാ ജീവിതം രൂപാന്തരപ്പെടട്ടെ, രൂപപ്പെടുമാറാകട്ടെ. സ്തോത്രം. So we need to pray for all men as per 1 Timothy chapter 2 and verse 1. As per 1 Timothy 2 verses 1 and 2, we should pray for all those who are in authority, political authority, governmental authority, our police, our military rulers, our judicial authorities, so our bureaucrats. So we need to pray for, intercede for them, intercede for them. വെറുതെ അധരങ്ങൾ കൊണ്ട് പറയുന്നതല്ല. This should not be a mere oral pronunciations, But it should be from the heart. From the heart. A hearty prayer with a seriousness of our thoughts. We should uphold these people before God. God will control them. Even if something will happen negative, our God is able to drive them for something God's glory. Sometimes they may not be God-fearing, but God will permit people to work in such a way that God's glory be spread and God's glory be announced and people be saved. Of course, ദൈവത്തിന് അതൊക്കെ പ്രവർത്തിക്കുവാൻ സാധിക്കും. അതിനുവേണ്ടി നാം പ്രാർത്ഥിക്കണം എന്ന് കർത്താവ് പറഞ്ഞിട്ടുണ്ട്. സ്തോത്രം. അല്ലെങ്കിൽ ദൈവത്തിന്റെ വചനം നമ്മെ പഠിപ്പിക്കുന്നു. സ്തോത്രം. Or now, പിന്നെ ഇനി നമ്മൾ പ്രാർത്ഥിക്കേണ്ടത് another thing we should pray for. See Matthew chapter 9 verse 38. Matthew 9:38. മത്തായി 9:38 വാക്യം. Ask the Lord of the harvest, therefore, to send out workers into his harvest field. Yes, നമുക്കത് വളരെ അറിയാവുന്ന കാര്യമാണ്. യേശു കർത്താവ് തന്റെ ശിഷ്യന്മാരോട് പറയുന്നു, ആകയാൽ കൊയ്ത്തിന്റെ യജമാനനോട് പ്രാർത്ഥിപ്പീൻ. എന്തിനു വേണ്ടിയാ? കൊയ്ത്തിന് വേലക്കാരെ അയക്കേണ്ടതിന്. കൊയ്ത്ത് വളരെയുണ്ട്, സത്യം. വേലക്കാരോ ചുരുക്കം. സ്തോത്രം. We should intercede for sending true evangelists for the harvest of the gospel, for sowing the seed of the gospel as evangelists, as missionaries, as pioneer workers. Okay, this is commanded by Jesus Christ himself as to the master of the harvest. That means the Father God. As to the Father, that he may send enough pioneer workers to the barren, unreached areas of this world. എന്റെ കൂടെ നിങ്ങൾ ഉണ്ടല്ലോ. സ്തോത്രം. ഇതുവരെയും
സുവിശേഷത്തിന്റെ വിത്തുകൾ വിതറിയിട്ടില്ലാത്ത ഇടങ്ങളിലേക്ക് സുവിശേഷത്തിന്റെ വിത്തുകളുമായി അയക്കുവാൻ, സത്യ സുവിശേഷകരെ അയക്കുവാൻ, സുവിശേഷ പ്രസംഗകരെ അയക്കുവാൻ, ആത്മഭാരമുള്ളവരെ എഴുന്നേൽപ്പിക്കുവാൻ, അയക്കുവാൻ കൊയ്ത്തിന്റെ യജമാനനോട് പ്രാർത്ഥിപ്പീൻ. സ്തോത്രം. പക്ഷെ ഇവിടെ ഒരു വിഷയമുണ്ട്. ഈ പ്രാർത്ഥന എല്ലാവർക്കും പ്രാർത്ഥിക്കാൻ അനുവാദമില്ല. ഈ പ്രാർത്ഥന എല്ലാവരും ചെയ്യുവാൻ അനുവാദമില്ല. പിന്നെ ആർക്കേ ഉള്ള അനുവാദം? One who is willing to go himself. Okay. Moreover, more than that, ഫീൽഡിലുള്ള വേലക്കാർക്ക്. yes. Already those who are engaged in the labor of harvesting, already those people engaged in sowing the seed of the gospel and harvesting the souls for the kingdom of God, when they are engaged day and night, they will realize the urgent need of more faithful workers. But we make a very serious mistake here by simply sitting within the four walls of our secure homes and houses, enjoying everything we have, and we just pray for namesake. Oh God, there are so many villages in India. Sometimes we will collect so many statistics also, and we'll pray, and sometimes we'll make mission challenges too. No, they are not permitted at all. ഈ പ്രാർത്ഥന പ്രാർത്ഥിക്കുവാൻ അനുവാദം എല്ലാവർക്കും ഇല്ല. പിന്നെ ആർക്ക് മാത്രമേ ഉള്ളൂ? already engaged. യെസ്. ഈ സുവിശേഷത്തിന്റെ വിത്ത് വിതറാനും ആത്മാക്കളെ കർത്താവിന് വേണ്ടി ആദായപ്പെടുത്തുന്ന കൊയ്ത്തിൽ ഏർപ്പെട്ടിരിക്കുകയും ചെയ്യുന്ന സത്യവേലക്കാർക്ക് മാത്രമേ ഈ പ്രാർത്ഥനയ്ക്ക് അനുവാദമുള്ളൂ. അവർ, സ്തോത്രം, അങ്ങനെയുള്ളവർ കർത്താവിന്റെ വേലയിൽ, സ്തോത്രം, പ്രയോജനപ്പെട്ടുകൊണ്ടിരിക്കുമ്പോൾ അവർക്ക് നടുവൊന്ന് നോക്കാൻ സമയമില്ല. അവർക്ക് മറ്റ് കാര്യങ്ങളിൽ ഇടപെടാൻ പറ്റുന്നില്ല. കാര്യം എന്താ? കൊയ്ത്തിലേർപ്പെട്ടിരിക്കുകയാണ്. സ്തോത്രം. ഇവിടെ കൊയ്ത്തെന്ന് പറയുന്നത് സേവിങ് സോൾസ്, ആത്മാക്കളെ രക്ഷിക്കുന്നതാണ് ഇവിടുത്തെ കൊയ്ത്ത്. സ്തോത്രം. അല്ലാതെ പണക്കൊയ്ത്തോ ഭൗതികമായ കാര്യങ്ങളൊന്നും അല്ല ഇവിടെ. ആത്മാക്കളെ നേടുക എന്നതാണ് ഇവിടുത്തെ വിഷയം. Spiritual meaning. ആത്മാക്കളെ നേടുന്ന ശുശ്രൂഷയിൽ ഏർപ്പെട്ടിരിക്കുന്നവർക്ക് ഒരു കാര്യം മനസ്സിലാകും: വയൽ വളരെ വലുതാണ്, എന്നെ കൊണ്ട് മാത്രം പറ്റത്തില്ല, ഒത്തിരി വേലക്കാർ ഇനിയും വേണം. അപ്പോൾ ആ ഒരു എമർജൻസി മനസ്സിലാക്കിയിട്ട് ദൈവത്തോട് പറയും, എൻ്റെ കർത്താവേ, എന്നെ കൊണ്ട് മാത്രം സാധിക്കുന്നില്ല. ഇപ്പൊ ഈ കഴിഞ്ഞിടയ്ക്കൊക്കെ നമ്മൾ കണ്ടു, കൊറോണ വൈറസിന്റെ അതിപ്രസരമുണ്ടായ സമയത്ത് ആരോഗ്യ പ്രവർത്തകർ വളരെ ചുരുക്കമായിരുന്നു രോഗികളുമായിട്ടുള്ള ബന്ധത്തിൽ. രോഗികളുടെ എണ്ണത്തിന് അനുപാതത്തിൽ ആരോഗ്യ പ്രവർത്തകർ ചുരുക്കമായിരുന്നു. അപ്പോൾ നമ്മുടെ ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രി ഒരു കൽപ്പന പുറപ്പെടുവിച്ചു.
മെഡിക്കൽ സ്റ്റുഡൻസിനെയും നഴ്സിംഗ് സ്റ്റുഡൻസിനെയും ഫൈനൽ ഇയേഴ്സിനെയും കൂടെ ഈ കാര്യത്തിൽ നിങ്ങൾ ഏർപ്പെടുത്തണം. നമ്മുടെ ചർച്ചിൽ ഉൾപ്പെടെയുള്ള ഫൈനൽ ഇയേഴ്സിനെയൊക്കെ ഡ്യൂട്ടി കിട്ടും. കണ്ടോ കാര്യം എന്താ? രോഗികളുടെ റേഷ്യോ വെച്ച് നോക്കിയപ്പോൾ There was shortage. ഷോർട്ടേജ് ഓഫ് ഡോക്ടേഴ്സ്, നഴ്സസ് ആൻഡ് ദിസ് ഹെൽത്ത് വർക്കേഴ്സ്. വോളണ്ടിയേഴ്സ് ആയിട്ട് പലരെ വിളിച്ചു. ഇതിനേക്കാൾ അർജൻസിയാണ് സുവിശേഷ വേലയിലുള്ളത്. ഇതിനേക്കാൾ അർജൻസിയാണുള്ളത്. ഈ കോസ്മോപൊളിറ്റൻ സിറ്റിയായ മുംബൈയിൽ ഉൾപ്പെടെയുള്ള ധാരാളം പേർ ഇതുവരെ യേശുവിനെ കുറിച്ച് കേട്ടിട്ടില്ലാത്തവരാണ്. യേശു ആരാണെന്ന് അറിഞ്ഞുകൂടാത്തവരാണ്. അവരുടെ സ്തോത്രം രക്ഷയ്ക്കു വേണ്ടി പ്രവർത്തിപ്പാൻ ഇന്നും ആൾക്കാരെ വേണം. യങ് പീപ്പിൾ, സ്റ്റുഡൻസ്, അവർ ചിൽഡ്രൻ, ഈവൻ യുവർ ഫ്രണ്ട്സ്, your classmates, college mates, your hostel mates, they may be living in this post-modern era. They may be well versed with all the modern technologies, all scientific advancements, but most of them are still ignorant of their sinfulness. Most of them are still ignorant about the need of salvation. They are still ignorant about Jesus Christ who came down to earth to save us. They are still not knowing about life after death, about the judgment, about an eternal life and an eternal fire. They are not aware of. Maybe they may be gold medalists in their respective fields, but they do not know these things. It's our responsibility to make them known the need of salvation, the need of forgiveness. It's our responsibility to make them known about Jesus Christ, the cross of Christ. Then we will realize the need of more workers into. Then we will pray to the Lord, oh God, please send. നാം ഈ ശുശ്രൂഷയിൽ ഏർപ്പെട്ടിരിക്കുന്നവരാണെങ്കിൽ ഒരു കാര്യം മനസ്സിലാകും. സ്തോത്രം. ഇനിയും ഇപ്പോഴുള്ളതിന്റെ ഇരട്ടിപ്പേരെ അയച്ചാലും നമ്മുടെ ഭാരതം പോലെയുള്ള ഇടങ്ങളിൽ ആ സുവിശേഷകന്മാർ ആരും അധികപ്പറ്റാവുകയില്ല. സ്തോത്രം. അതുകൊണ്ട് ആരാണിത് പ്രാർത്ഥിക്കേണ്ടത്? സ്തോത്രം. Praise God. സുവിശേഷ വേലയിൽ പങ്കാളികളായി തിരിക്കുന്നവർ പ്രാർത്ഥിക്കണം. സ്തോത്രം. പ്രാർത്ഥിക്കണം. അതിനാണ് കർത്താവ് പറഞ്ഞത്, വേലക്കാരെ അയക്കേണ്ടതിന് കൊയ്ത്തിന്റെ യജമാനനോട് പ്രാർത്ഥിപ്പീൻ. നമ്മുടെ ഹൃദയത്തെ ഏറ്റവും അധികം വേദനിപ്പിക്കേണ്ട വിഷയമാണിത്. ഇതുവരെയും യേശുവിനെ പറ്റി അറിഞ്ഞിട്ടില്ലാത്ത എത്രയെത്ര ഗ്രാമങ്ങൾ, എത്രയെത്ര സ്ഥലങ്ങൾ, എത്രയെത്ര ആയിരക്കണക്കിനായ ആൾക്കാർ. സ്തോത്രം. നമ്മൾ അവർക്ക് വേണ്ടിയൊക്കെ പ്രാർത്ഥിക്കാറുണ്ടോ? ഇപ്പോൾ തന്നെ ഉത്സവ സീസണാണ് നമ്മുടെ രാജ്യത്ത്, പ്രത്യേകിച്ച് നോർത്ത് ഇന്ത്യയിൽ ഇത് ഉത്സവ സീസണാണ്. പലതരത്തിലുള്ള ഉത്സവങ്ങൾ ഒന്നിനു പുറകെ ഒന്നായിട്ട് ഇങ്ങനെ വരികയാണ്. ആ ഉത്സവങ്ങളിലൊക്കെ ഏർപ്പെടുന്ന ആൾക്കാരെ നമ്മൾ കാണുന്നു. നമ്മുടെ നാട്ടിലുണ്ട് ഉത്സവ സീസണുകൾ, തീർത്ഥാടന സമയങ്ങൾ. തീർത്ഥാടകരെ കൊണ്ട്, പിൽഗ്രിംസിനെ കൊണ്ടൊക്കെ ചിലപ്പോൾ ആൾക്കാർക്ക് ഒത്തിരി പ്രയാസങ്ങൾ ഉണ്ടാകും. എന്നാൽ ഏതാണ് ശരിയെന്നറിയാതെ
സത്യദൈവത്തെ തിരിച്ചറിയാതെ ഇങ്ങനെയുള്ള ഉത്സവങ്ങളും തീർത്ഥാടനങ്ങളും നടത്തുന്ന ജനതയെ കണ്ട് കർത്താവേ, ഇവരിൽ ജ്ഞാനം ഗ്രഹിപ്പിക്കണമേ, സത്യദൈവത്തെ തിരിച്ചറിയാൻ കൃപ കൊടുക്കണമേ എന്നൊക്കെ പ്രാർത്ഥിപ്പാൻ നമുക്ക് കഴിയുമോ? പ്രാർത്ഥിക്കാറുണ്ടോ നാം? സ്തോത്രം. പ്രിയപ്പെട്ടവരെ, there is intercession for sending soul winners. സ്തോത്രം. ആത്മാക്കളെ നേടുന്നവരെ അയക്കേണ്ടതിന്, സത്യസുവിശേഷകന്മാരെ എഴുന്നേൽപ്പിക്കേണ്ടതിനായി നമുക്ക് പ്രാർത്ഥിക്കണം. സ്തോത്രം. ഇന്ന് ഒത്തിരി ബൈബിൾ കോളേജുകൾ അടഞ്ഞു കിടക്കുക. ബൈബിൾ കോളേജുകളിലേക്ക് ആളിനെ കിട്ടുന്നില്ല. അതുകൊണ്ട് കിട്ടുന്നവരെ കൊണ്ടുവരിക. യേശു കർത്താവ് പറഞ്ഞ ഒരു ഉപമയിലേതുപോലെ കല്യാണ സദ്യയല്ലോ ഒരുക്കി, ക്ഷണിക്കപ്പെട്ടവരെ വിളിച്ചപ്പോൾ ആരും വന്നില്ല. അതുകൊണ്ട് പറഞ്ഞു കാണുന്നവരൊക്കെ വിളിച്ചോണ്ട് വരാൻ. ഇന്ന് ഏതാണ്ട് ഒരു പരുവമാണ്, ആ ഒരു പരുവമാണ് ബൈബിൾ കോളേജുകളിലേത്. പലരും വരുന്നുണ്ട്, പക്ഷെ ബൈബിൾ കോളേജുകളിൽ ആളിനെ കിട്ടാൻ വേണ്ടി നമ്മൾ പ്രാർത്ഥിച്ചോളും, വേണ്ടെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ അങ്ങനെ പഠിച്ചിറങ്ങുന്നവരും സുവിശേഷ വേലയിൽ പങ്കാളികളാകേണ്ടതിന്, സ്തോത്രം, ഇനിയും അനേകരെ കർത്താവ് ഒരുക്കേണ്ടതിനായി നമ്മൾ പ്രാർത്ഥിക്കണം. അപ്പോൾ ഇവിടെ രണ്ട് കാര്യങ്ങൾ ഞാൻ ചേർത്തങ്ങ് വെക്കുകയാണ്. ഒന്ന്, ആത്മാക്കളെ നേടുന്നവരെ, തേടിപ്പോകുന്നവരെ, സത്യസുവിശേഷകരെ അയക്കാനായിട്ടും പ്രാർത്ഥിക്കണം. രണ്ട്, അനേകം ആത്മാക്കളുടെ രക്ഷയ്ക്ക് വേണ്ടിയും പ്രാർത്ഥിക്കണം. സ്തോത്രം. So first of all, we have to pray for all men. Secondly, we need to pray for the authorities. And thirdly, we have seen here, we should pray for sending true evangelists to the unreached areas. Along with that, we have to pray for, next, we have to pray for salvation of souls. We have to pray for the non-believers may believe. യേശു ക്രിസ്തുവിൽ ഇതുവരെ വിശ്വസിച്ചിട്ടില്ലാത്തവർ വിശ്വസിക്കേണ്ടതിന് ആത്മാക്കളുടെ രക്ഷയ്ക്ക് വേണ്ടി നാം മധ്യസ്ഥത അണയ്ക്കണം. സ്തോത്രം. മധ്യസ്ഥത അണയ്ക്കണം. നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും, ഞാൻ അദ്ദേഹത്തിന്റെ പേരങ്ങ് മറന്നുപോയി, ഒരു മിഷണറി, അദ്ദേഹം കണ്ട ഒരു ദർശനമോ സ്വപ്നമോ എന്നൊക്കെ പറയാം. ഒട്ടും സമയമില്ലാതെ ഓടി നടന്ന് ശുശ്രൂഷിക്കുന്ന, പ്രസംഗിക്കുന്ന ഒരു പ്രസംഗകൻ. അദ്ദേഹം സ്വപ്നത്തിൽ മരിച്ചു സ്വർഗത്തിലെത്തി. എത്തിയപ്പോൾ ഒത്തിരി സ്വർഗീയ ഭവനങ്ങളൊക്കെ ഇങ്ങനെ കാണിച്ചു, വളരെ മനോഹരമായ വീടുകളൊക്കെ കാണിച്ചു. അതിൽ ആ കണ്ടതിൽ ഏറ്റവും മനോഹരവും വലുതുമായ ഒരു വീട് ആ മിഷണറിയുടെ കുശിനിക്കാരത്തി, അടുക്കള ജോലിക്കാരത്തി, ഒരു വയസ്സ് എന്ന അമ്മച്ചിയുടെ കാര്യം. അപ്പോൾ ഇദ്ദേഹത്തിന്റെ അകത്ത് ഒരു ചിന്ത വന്നു, എന്റെ കുശിനിക്കാരത്തിക്ക് ഇത്ര വലുതാണെങ്കിൽ എനിക്കുള്ളത് എന്തോ ആയിരിക്കും. അങ്ങനെ ഏതായാലും ചെന്ന് ഒടുവിൽ ഒരു കൊച്ചു കുടില്, ഇത് സ്വപ്നമാണേ അല്ലെ ദർശനമാണേ, ഒരു കൊച്ചു കുടില്. എന്നിട്ട് കൊണ്ടുപോയ മാലാഖ പറഞ്ഞു, ഇതാ മോനെ നിന്റേത്. അയാൾക്ക് ഭയങ്കര വിഷമവും ദേഷ്യവും ഒക്കെ മാറിപ്പോയതായിരിക്കും. എൻ്റെ മെയ്ഡിന്, എൻ്റെ കുശിനിക്കാരത്തിക്കും എനിക്കും കൂടെ ഉള്ളത് ചിലപ്പം തിരിഞ്ഞു പോയതായിരിക്കും.
പറഞ്ഞു ഇല്ലില്ല, ഇവിടെ അങ്ങനെ തിരിയുന്ന പ്രശ്നമൊന്നുമില്ല, ഇവിടെ ഒരു തിരുത്തലുകളും ഉണ്ടാകത്തില്ല. ഏതായാലും ഒടുവിൽ പറഞ്ഞു, എന്താ വിഷയം, എങ്ങനെയാ സംഭവിച്ചത്? എന്റെ ശുശ്രൂഷയിൽ എത്ര പേരെ രക്ഷിക്കപ്പെട്ടത്? പറഞ്ഞു കാര്യമൊക്കെ ശരിയാ, പക്ഷേ നിന്റെ പ്രസംഗത്തിലൂടെ അനേകർ രക്ഷിക്കപ്പെട്ടെങ്കിലും അതിന് മുഖാന്തരം നിന്റെ കുശിനിക്കാരുത്തിയിരുന്ന് കണ്ണീരോടെ പ്രാർത്ഥിക്കുന്നതായിരുന്നു. സ്തോത്രം. നീ ഇറങ്ങിപ്പോകുമ്പോൾ വീട്ടിലെ പണിയൊക്കെ തീർന്നിട്ട് നീ തിരികെ വരുന്നത് വരെ പ്രാർത്ഥനയില്ല. അവരുടെ പ്രാർത്ഥനയാണ് നിന്റെ ശുശ്രൂഷയുടെ വിജയം. അനേകം ആത്മാക്കൾ രക്ഷിക്കപ്പെട്ടത്. നമ്മള് പഴയ നിയമത്തിൽ ഒരു നിയമം കാണുന്നുണ്ട്. സ്തോത്രം. എന്താ? യുദ്ധത്തിന് പുറപ്പെടുന്നവർക്കും സാമാനങ്ങൾക്കരികെ കാവൽ കാക്കുന്നവർക്കും കൊള്ള വിഭജിക്കുമ്പോൾ തുല്യമായിട്ടാണ്. സ്തോത്രം. അങ്ങനെയാണെങ്കിൽ പോകാൻ നമുക്ക് പറ്റാതിരുന്നാൽ, പോകാൻ അവസരം ഉണ്ടായിട്ട് പ്രാർത്ഥിക്കാമെന്ന് പറഞ്ഞിരിക്കുന്നതല്ല, പോകാൻ അവസരമില്ലാത്ത നാം ആത്മാർത്ഥതയോടെ ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുമെങ്കിൽ, സ്തോത്രം, സുവിശേഷകന്മാർക്ക് വേണ്ടി അയക്കേണ്ടതിനും അയച്ചിട്ടുള്ളവരുടെ വേലയ്ക്ക് വേണ്ടിയും ഒക്കെ നാം പ്രാർത്ഥിക്കുമെങ്കിൽ തീർച്ചയായും നിത്യതയിൽ അതിനും ഒരു പ്രതിഫലമുണ്ട് കേട്ടോ. ബാക്കി ഭാഗ്യം നമുക്ക് നാളെയാകാം, കർത്താവിന്റെ വരവ് താമസിച്ചാൽ. ഇന്ന് രാത്രിയിൽ നാം ഈ കേട്ട മധ്യസ്ഥതയണയ്ക്കുന്ന വിശുദ്ധന്മാരായി നാം തീരേണ്ടതിന് നമ്മുടെ ജീവിതത്തെ സമർപ്പിച്ചുകൊണ്ടുള്ള ഒരു പ്രാർത്ഥന. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. സ്തോത്രം. Yes, in due time the weeping intercessor will become the rejoicing winner of the souls. സ്തോത്രം. നമുക്ക് ദൈവസന്നിധിയിൽ നമ്മെ സമർപ്പിക്കാം. നമുക്ക് കർത്താവിനോട് പ്രാർത്ഥിക്കാം. പ്രൈസ് ദ ലോർഡ്. സ്തോത്രം. ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം, 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 സ്തോത്രം.